പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ കൊച്ചിയിലെ ഏറ്റവും നമ്മുടേതായ ഒരു പരിപാടിയായ പെരുന്നാളാവിന്റെ തുറക്കും. അപ്പൊ കൊച്ചിയിലെ ഏതൊക്കെ പരിപാടി ഉണ്ടോ ആ പരിപാടിക്കൊക്കെ വന്ന് കളറാക്കണ ആലോചിക്കൂ. അമ്മായിമുക്കിനെ കുറിച്ച് നമ്മളെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റില്ല, അതൊന്ന് പറഞ്ഞു കൊടുക്കാവോ? അമ്മായിക്കിന്റെ ഭംഗി എന്ന് പറയാനായിട്ട് എന്താണെന്നറിയോ, ഇവിടെ ഏറ്റവും മികച്ച ഒരു ദിവസമാണ്. കൊച്ചിയിലെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ള ദിവസമാണ്. ന്യൂ ഇയർ കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലെ ഭംഗി എന്ന് പറഞ്ഞാൽ അമ്മായിക്കാണ്. ആ അമ്മായിക്ക് വന്നിട്ട് എല്ലാവരും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, സമാധാനമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവാ, എല്ലാവരുടെയും സ്നേഹത്തിൽ നിൽക്കുക. എല്ലാം അങ്ങനെ തന്നെയല്ലേ? കറക്റ്റ് അല്ലേ? മനസ്സിലായ? സമാധാനപൂർവ്വമായിട്ട് എല്ലാവരും കാര്യങ്ങൾ കണ്ട് ആസ്വദിച്ച് പോവാ. ആരൊരു പ്രശ്നത്തിന് വേണ്ടി കുടുംബത്തേറാ. കൊച്ചിയിലെ ഏതൊക്കെ വള്ളിയുണ്ടോ ആ വള്ളിയിലൊക്കെ വള്ളിയിലല്ല, നമ്മ ന്യായത്തിന്റെ പുറകെ പോണവരാണ്. ന്യായമുള്ള കാര്യങ്ങൾക്ക് ആരാലും ഇടപെടും. അത് മാരുടെ അനീഷ് വന്നാലും മനസ്സിലാക്കുന്നില്ല. വർക്കിലാണ് ഡെലിവറി കൊടുക്കാൻ പോണേ. ബാക്കി എന്താണ്? ബാക്കി പറയാനായിട്ട് ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറഞ്ഞിട്ട് എന്റെ ചെറുപ്പത്തില് ഞാന് എന്റെ വാപ്പാനായിട്ട് ഉമ്മാനായിട്ടൊക്കെ വന്നിട്ട് ഇവിടുന്ന് സാധനം ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും മിഠായികളും ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിക്കാൻ എന്റെ നല്ല നല്ല ഓർമ്മകള്. പിന്നെ കുറച്ച് ആൾ വലുതായി കഴിഞ്ഞപ്പോ പിന്നെ കൂട്ടുകാരന്മാരുടെ പിന്നെ കുടുംബക്കാരായിട്ട് തന്നെ അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടായി പോയി. അതാണ് സംഭവം. എത്ര വലുതായാലും പരമാവധി നിങ്ങൾ കുടുംബക്കാരെ കൈവിടാണ്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഹാപ്പി ഈദ് മുബാറക്. നമ്മളെ ചെക്കൻ വന്നിട്ടുണ്ട്. എന്താ ചോദിച്ചേ? എന്നെങ്ങനെ അറിയാം? എന്താ കണ്ടായിട്ട് ഓർമ്മ? ഇവനെ അറിയോ? ഇവൻ നമ്മളെ കൊച്ചിയിലെ വളർന്നു വരുന്നൊരു പാട്ടുകാരനാണ്. ഇവനറിയാലോ? എന്താണ് കണ്ടായിട്ട് ഓർമ്മ? ഇവനറിയോ? ഇപ്പൊ കൊച്ചിയിൽ സംസാര വിഷയമാണ്. ഓന്റെ പേരെന്താണ്? നമുക്ക് കാണാം. വെളുപ്പിനേക്ക് ഇരുന്നിട്ട് എനിക്ക് എന്റെ വീഡിയോ കാണിച്ചാൽ പാർട്ട് 3. അപ്പൊ ഫോക്സ് ഹോണ്ടിന്റെ ഇത്രയും വലിയ സ്ക്രിപ്റ്റ് ഞാന് ചിക്കു സൽമാനൊക്കെ വലിയ റോള് ചെയ്തിട്ടു സഹായിക്കുകയും ചെയ്യണം. നോമ്പ് പിടിച്ച് ഓടി നടന്നിട്ട് പോലും ചോദിക്കണത് ഒരേടെ വൈന്ന് പിടിച്ചാണ്. നമ്മ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആരാ? ഒറ്റ സീൻ. അപ്പൊ നമുക്കിനി ഉള്ളിലേക്ക് എന്നിട്ട് നമ്മളെ കുറെ സുഹൃത്തുക്കളെ കാണാറുണ്ട്. കുറെ പേര് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ കാണുമ്പോ കാണാം. നല്ല വീഡിയോസ് ആണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. വാവ്, ഫണ്ടാസ്റ്റിക്, നൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ടീം ഓടി. ഒരാൾ മാത്രമേ ഇവിടെ ഇൻട്രോയിട്ടില്ലേ? സോ നമ്മളിപ്പോ ഇന്നുള്ളത് അമ്മായിമുക്കിലാണ്. എന്താ സ്പെഷ്യൽ? പെരുന്നാരാവ് അമ്മായിമുക്ക് കത്തി കളറായിക്കാണ്. അമ്മായി നമുക്ക് കളറായത് ഫസ്റ്റ് എത്തിയപ്പോഴാണ് അല്ലേ? ഞാൻ ഇൻട്രോവേർട്ട് അല്ലാതെ വണ്ടി എനിക്കറിയാം. കല്യാണം അങ്ങനെ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാലും വേറെ, കല്യാണത്തിന് മുമ്പ് വേറെ. ഇപ്പൊ ഹാപ്പി അല്ല? കല്യാണം കഴിഞ്ഞാൽ സുഖമായിട്ട് അടിപൊളി ലൈഫായിരിക്കും. സോ മാക്സിമം എൻജോയ് ചെയ്യാ, കളറാക്കാം. കട്ട് ചെയ്ത് എന്നിട്ട് വരാം. എല്ലാ ദിവസത്തെ ബ്ലോഗാണ്, ഫുൾ ബ്ലോഗാണ്. അതിനെ കണ്ടോണ്ടെങ്കിൽ പെരുന്നാളെ കണ്ടെങ്ങനെയുണ്ട്? അസ്സലാമു അലൈക്കും. പെരുന്നാൾ പൊടിയാഴ്ച കിട്ടാ
ചിക്കൊരു ബോള് തരാം. നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് ലല്ലുവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ 6 ടോപ്പ് റെസ്ലിംഗ് കേരളത്തിലെ റെസ്ലിംഗ് പുലി എന്നറിയപ്പെടുന്ന നമ്മുടെ ചെക്കനൊരു പുഷപ്പ് ചാലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് സ്വീകരിച്ചില്ല. 100 ദിവസം കഴിയുമ്പോഴൊക്കെ ചെയ്യുന്നു. 100 ദിവസം കഴിയുമ്പോഴത്തേക്കും ചെക്കൻ പറഞ്ഞേക്കണത് 100 അല്ല 200 പുഷപ്പ് അടിക്കുന്നതാണ്. അപ്പൊ ഞാനപ്പം 100 ദിവസം കഴിഞ്ഞിട്ട് 100-ാം ദിവസം ഞാൻ എന്റെ അടുത്ത് പോയിട്ട് 200 പുഷപ്പ് അടിച്ചാൽ 10,000 രൂപ കൊടുക്കും. ഞാൻ 10,000 രൂപ പുഷപ്പ് അടിച്ച 10,000 രൂപ. 200 കറക്റ്റ് നീ വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കി. അവിടെയാണോ നമ്മളെ കടയിലാണ് വെച്ചേക്കണത്. സ്റ്റൈല് റേറ്റ് ചെയ്ത ആൾക്കാര് ഫൗണ്ടറല്ലടാ സെലക്ട് ചെയ്യുന്ന അല്ലേ? അങ്ങനെ പോണം നമ്മൾ. അപ്പൊ എല്ലാരും ലല്ലുവിന് വലിയൊരു സംരംഭത്തിലേക്ക് വലിയൊരു ബ്രാൻഡിലേക്ക് എത്തട്ടെ നമ്മൾ ആശംസിക്കുന്നു. എത്തുമ്പോ നമ്മളെ കൂടെ ഉണ്ടാവും. ആദ്യം നമ്മൾ ഇൻസ്റ്റാ അക്കൗണ്ട് ഫോളോ ചെയ്യണം. ഇൻസ്റ്റാ അക്കൗണ്ട് ചോദിക്കണം വെച്ചാല് എന്തൊക്കെ ചെയ്യണം? ഇൻസ്റ്റാ ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇതില് ഇടാം. 2 ബോൾ എടുക്കുക. സെയിം കളർ ആയിരിക്കണം 2 കൊടുക്കണം. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കാശ് കൊടുക്കണം. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ ഓർമ്മ ഇൻസ്റ്റാ അക്കൗണ്ട് ഫോളോ ഫോളോ ചെയ്ത ഒരാള് ഇൻസ്റ്റാ അക്കൗണ്ട് ഫോളോ സെയിം കളർ എടുക്കുക. എല്ലാ കളറും ഈ 2 വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതാണ്? അതാ അടിക്കണ്ടേ? അതല്ല അക്കൗണ്ട് പോലെ എവിടെയാ അക്കൗണ്ട് ഏതാണ്? റിസ്ക് തന്നെ. നീ സിനിമ നടന്ന് തന്നെ എടുക്കേണ്ടതാണ്. നീ നോക്കാൻ പാടില്ലാടാ. ഫോളോവർ ഫോളോവറായി ഭാഗ്യമുള്ള നമ്മളെ കൂട്ടത്തില് ലല്ലുവാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ നേടിയേക്കണം ഒരാൾ ലല്ലുവാണ്. അപ്പൊ ടീം ഓടിക്ക് വേണ്ടി ലല്ലു എടുക്കും. ഇതെന്താ ലല്ലു ടീം ഓടിക്ക് വേണ്ടി ലല്ലു അപ്പൊ എടുക്കാൻ പോണേ. ഇവനത് ലല്ലു എടുക്കും. ലല്ലു എടുക്കും. അല്ല കിട്ടിയില്ലെങ്കിൽ അറിയില്ല. അല്ല നിക്ക് ചോദ്യം കിട്ടിയില്ലെങ്കിൽ അറിയില്ല. അല്ല കിട്ടിയില്ലെങ്കിൽ ഇത് 3 ബോളുണ്ട്. സെയിം കളർ എടുക്കണം. 3 2 ഓർമ്മല്ല. അല്ല അപ്പൊ ഞാൻ ചോദിക്കണത് കിട്ടിയില്ലെങ്കിലാ പൈസ ഒന്നും പോവൂല. നിക്ക് ആരെ 3 ബോൾ ഞാൻ നോക്കട്ടെ. ഞാൻ ഫോളോ ചെയ്ത് മുത്തേ എല്ലാ കളറും 3 വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്തോ? ഹലോ തല വെച്ച് അങ്ങനെ എടുക്കും. നോർത്ത് ഇന്ത്യയിലേക്ക് പോയ ഹലോ എടുക്കട്ടാ. ഓറഞ്ച് ഇനി 3 ലെറ്റർ എടുത്ത് 2 ഓറഞ്ച് എടുക്കണം. അത് കഴിവല്ല ഭാഗ്യം. കൈ വളരുന്നുണ്ടോ? കാൽ വളരുന്നുണ്ടോ? തപ്പിടിക്കണം.
ഗേൾഫ്രണ്ടിനെ നോക്കി കളക്കങ്ങൾ റിങ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ. എന്താണ് ഗേൾഫ്രണ്ട് നല്ല പയ്യല്ലേ പങ്കെടുത്ത് അതെല്ലാം ഫോളോ ചെയ്യ്. ഒരാൾ ഫോളോ ചെയ്ത് മതിയല്ലേ? മതി ആ അപ്പൊ ആ ബാക്കി വ്ളോഗ് കുറച്ച് ഉണ്ട് കാണാം. ഇതെന്തോ വെറുതെ അങ്ങനെ എന്റെ സ്വന്തം പാകിസ്ഥാനി റമലാ മാസം റമലാ മാസം സ്റ്റൈലാണ്. പള്ളിയിൽ പോണം, നാളെ ഇത് മുബാറക്കല്ലായിരിക്കും. പിന്നെ അമ്മായിക്ക് കത്തുണ്ട് ഇപ്പൊ. നന്നായിട്ട് നോക്കിയൊക്കെ നോക്കിയാ തട്ടൊക്കെ ഇട്ടേക്കണ്ട റബ്ബേ. അങ്ങനെ പിന്നെ പറഞ്ഞില്ല പറയണ അമ്മായിക്ക് ഇപ്പൊ നിന്ന് അത്ര ടീഷർട്ട് എടുക്കാൻ നമ്മുടെ സ്റ്റോർ കപ്പൽ ലുക്കിലാണ്. അപ്പൊ എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ അപ്പൊ എല്ലാരും വന്ന് നോക്കുക. എന്താണ് കട്ട് ചെയ്യാനാണോ? വീഡിയോ കട്ടിയിട്ട സഹപാഠിയും കോളേജിൽ കയറിയിട്ട് ഏതൊക്കെ വള്ളി ഉണ്ടോ ആ വള്ളീന്റെ മുമ്പിലേക്കാ എന്റെ നേതൃത്വം വഹിച്ച സഖാവാണ് നമ്മളെ പയ്യനാണ്ട സ്വന്തം പയ്യൻ. നമ്മളാ കോലാളിന്റെ ആളാണ്. കാണിക്കില്ല കട്ടയാ രാജാവ് കൊച്ചിയിലെ ഏക കോഴിക്കട കോഴി തീർത്തേക്കിനൂടെ മാത്രമേ ഉള്ളൂ. 1200 കോഴി ഇറക്കി തീർത്ത്. കൊച്ചിയിലെ കോഴി രാജാവ് എന്ന് പറയുമ്പോ കോഴിക്കാടന്റെ ഒരേ ഒരു രാജാവ് റിൻസാദ്. കോഴി തീർന്നിട്ട് മുട്ട അപ്പൊ എല്ലാരും വിസിറ്റ് ചെയ്യാൻ ആൾക്കാരൊക്കെ വരും. ഇതല്ല ലൈവും പോണ്ട് വ്ലോഗ് പോണ്ട്. ജ്യൂസ് കുടിക്കാം. എല്ലാ ചിക്കൻ ചിക്കൻ ഒരേ ഒരു ചിക്കൻ കട. കൊച്ചിയിലെ ഏറ്റവും നല്ല ഫ്രഷ് ചിക്കൻ കിട്ടുന്ന എവിടെയാണെന്നാണ് എന്താ പേര്? റിൻഷാദ് ബ്രോ പറയുന്നത്. നമ്മുടെ സ്വന്തം റിൻഷാദ് മുട്ട. സാൽക്കാക്ക ഫാൻസ് കൂടിയുണ്ട്. വെള്ളം മാറിക്കൊടുത്ത് നേരത്തെ കണ്ടാലി പോലെ തന്നെ നമ്മളെ മുമ്പിൽ നിന്നിട്ട് 4 വർഷം 3.5 കൊല്ലം നമ്മളെ പള്ളിയുടെ ലാറ്റിയുടെ പുള്ളിയാണ് നിൽക്കുന്നത്. അത്രയും കടപ്പാടുള്ള പുള്ളിയാണ്. മുത്ത നമ്മുടെ അല്ലേ അതെ മുത്തല വാക്കുകളില്ല എന്ത് തല ചിക്കോ. അപ്പൊ നമ്മളെ ഫോളോവർ ആണെന്നാണ് പറയുന്നത്. ചെക്കൻ വന്നിട്ട് നമ്മ ഫോളോ ചെയ്തിട്ടുണ്ട്. കുടിക്കാൻ എന്ത് വേണം? ഐസ്ക്രീം വേണം. ഐസ്ക്രീം വേണം. എനിക്ക് വേണ്ട എന്താന്ന് ചോദിച്ചത്. എന്താ വേണ്ടേ? ചിക്കു ചെക്കനെ കൊണ്ട് എന്താ ചോദിച്ചത്? മദർലാൻഡ് മതിയോ? അതായത് ചിക്കുവേ ഇവനും ചിക്കോ. അല്ല എന്താ വേണ്ടേ? ഐസ്ക്രീം വേണോ വെള്ളം വേണോ? നിങ്ങ പറയണത് സാലേ വെള്ളം മതിയാ? മദർലാൻഡ് എഞ്ചരി കൂട്ടാ സാലേ. സൽമാന്റെ സംരംഭം എല്ലാരും കൂടി സംരംഭം തുടങ്ങിയിട്ടുണ്ട്. മദർലാൻഡ് സോഡ. അതെ അപ്പൊ ഗൈസ് സ്വന്തം കട പോലെ. അത് പിന്നെ വ്ലോഗ് എടുക്ക്. അപ്പൊ അങ്ങനെ അവിടെ അപ്പൊ ഗൈസ് കൂടിപ്പോയി ഗൈസ്. വർക്ക് ഫ്രം ഹോം ആയോണ്ടാണ്. എവിടെ സുഹേലിനെ കാണിച്ചു കൊടുക്ക്. അത് കണ്ടാ മനസ്സിലായി. അത് വെറുതെ ഐസ് മേളിലേക്ക് കയറ്റിയിരുന്നോളൂ. നോക്കുമ്പോ പണിയാണ്.
അവിടെ അപ്പൊ സംരംഭത്തിന്റെ മുതലാളിക്ക് 2 വാക്ക്. മുതലാളി എന്ന് പറഞ്ഞപ്പോ തന്നെ ചിരിക്കരുത്. ഒരെണ്ണം കൂടി മേടിക്കണം. അപ്പൊ അത്തവിടെ കിടക്കട്ടെ. ഓളാ ഒറ്റ വലിയൊന്നുമില്ല, നെഞ്ചു കൂടെ സാധനം ഇറങ്ങിപ്പോ. എന്ത് കുടിയാണോ പാലക്കാട് നെഞ്ചിതെന്തോ ഓടി കളിക്കാം. ഓളാ കൊള്ളൂല, ചിപ്പിലേ കിടക്കണം. അധികത്തിന് മേടിക്കാൻ അപ്പൊ പിള്ളേര് നമ്മളെ അമ്മായിക്ക് കണ്ടു വന്നേക്കാണ് നമ്മളെ വീഡിയോസ് കാണാ. നീ എന്താ പറഞ്ഞല്ല എന്ത് മറ്റേ ഇരട്ടി മറ്റേ വീഡിയോ രണ്ടാമത്തെ അതിലേറ്റവും നല്ല പാർട്ടിൽ അഭിനയിച്ചാണ് മറ്റേ ചിക്കു ചിക്കു. എടാ നീ നേരത്തെ പറഞ്ഞല്ല മറ്റേ മീശ അടിച്ചടി ചിക്കു ഗമനാണോ? ആ ചിക്കു 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 സൽമാനാണോ? പെരുന്നാളൊക്കെ ആയിട്ട് ഉടുപ്പൊക്കെ എടുത്താ എടാ ഇവനാണ് മനസ്സിലായ റഫീഖിനെയാണ്. റഫീഖാരെന്നറിയോ? നമ്മളെ പോലും മിച്ചടിച്ചു അറിയോ? എന്താണ് ഇപ്പൊ എന്താ വേണ്ടേ മക്കൾക്ക്? എത്ര ഷോട്ടുണ്ട്? ആ മാറ്റി തരും. കട്ടി കട്ടി സ്റ്റാർട്ട് ടൈം 3:20 അപ്പം മയൊക്കെ ഇറങ്ങി പെരുന്നാരാവ് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വന്നൊക്കെ. എവിടെയോ സുഖയിലൊന്നാണ് ഇങ്ങനെയാണ് മനസ്സിലായ കുമ്പളം പുട്ടും മുട്ടയും ബീഫ് തീർന്നു. 2 പ്രാവശ്യം വന്നിട്ടും ബീഫ് കിട്ടിയില്ല. അപ്പോൾ വരണ്ടോ മാച്ച് നേരത്തെ വരാൻ നോക്കാം. നമ്മളെ പോലെ വൈകിയ ബീഫ് കിട്ടൂല. കാലിദിനെ കാണിക്ക് സ്റ്റൈലൊക്കെ വരുന്നാള പെരുന്നാൾ തോക്കൂ. നിങ്ങൾ നോക്കൂലേ? അല്ല അത് കാണികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റൈൽ സൽമാൻ എന്നാണ് ഈ പ്രാവശ്യം ട്രൈ ചെയ്തത്. മൈക്ക് തിരിച്ചുടാ ഒന്നും ട്രൈ ചെയ്തില്ല. സാധാരണ മുടി വന്ന് അപ്പൊ സൽമാൻ നമ്മ വ്ലോഗ് എടുത്തപ്പോഴൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എത്താൻ കാരണം ഓർഡർ ഉണ്ടായെന്നാ പറഞ്ഞത്. പക്ഷേ നമ്മ ഒരു എന്താ പറഞ്ഞ റൗണ്ട്സിന് വിട്ട എന്താ പറഞ്ഞ നമ്മ അന്വേഷണത്തിന് വിട്ടപ്പോ പറഞ്ഞ് അറിയാൻ സാധിച്ചത് നമ്മ ഫോട്ടോച്ചേരിയില് പതുങ്ങിയിരിപ്പുണ്ടായി എന്നൊക്കെയാണ്. പിന്നെ ഞാൻ ഇന്ന് പെരുന്നാലാവ് കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പിയാണ്. കുറെ പേര് വന്ന് നമ്മൾ സംസാരിച്ച് വീഡിയോസ് ഉള്ള എല്ലാവരും ഒറ്റ വാക്കി പറഞ്ഞത് ഒറ്റ സീനുകളെങ്കിൽ എന്താ ചെക്കൻ കലക്കി. പിന്നെ വേറൊരു ചെക്കൻ വില്ലന്റെ ഓടിയേക്കാക്കണ്ട സ്കെൽറ്റായ അവനാടെന്ന് പറഞ്ഞിട്ടില്ലേ സ്കെൽറ്റായിക്കാക്ക തൂക്കിയതാണ്. പക്ഷെ ഭയങ്കര ഭാവങ്ങളൊക്കെ ഉണ്ട്. ഇനി മെയിൻ റോളിലേക്ക് സൽമാനെ കൺസിഡർ ചെയ്യണം. എന്നെയൊക്കെ മാറ്റണമെന്ന് പറഞ്ഞത് ഞാനൊന്നും പോരാ. പിന്നെ സൽമാനും സഹലുമാണ് മെയിൻ ക്യാരക്ടർ. തന്നെ മതി എന്ന നാട്ടുകാർ പറഞ്ഞത്. അതുകൊണ്ട് ഇതുപോലെ ചെറിയ 1 മിനിറ്റിന്റെ റോളൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക്. മിനിറ്റിലൊരു സെക്കൻഡ്. പിന്നെ നമ്മുടെ ഖാലിദ് ഒരു പടം പിടിക്കണമെന്ന് പറയണ്ട്. ഖാലിദിന്റെ സൽമാൻ റൈറ്റ് ഒരു കഥ നടന്ന്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇർഫാനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് പിള്ളേര് വന്ന് കൂടെ സംസാരിച്ച്. പിന്നെ സാഹിലിൻ്റെ അടുത്തും വന്ന് സഹലിൻ്റെ അടുത്ത് വില്ലൻ എന്ന് വിളിച്ചിട്ട് അമ്മായിക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മളായിരിക്കും വേണ്ട സഹലിൻ്റെ അടുത്തേക്ക്. സഹലില്ലാണ്ടായപ്പോ സഹലിനെ ചോദിക്കണത്. പെൺകുട്ടികളാണ് കൂടുതൽ സഹൽ അന്വേഷിക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യം സഹലിന് ഇപ്പൊ ഏറ്റവും സന്തോഷം എന്താ അറിയോ? UAE-ലും കേരളത്തിൽ ഒരുമിച്ച് പെരുന്നാളായി. അതാണ് UK ഒരുമിച്ചായി. UK ആയില്ലെങ്കിലും അല്ല ഞാൻ വെറുതെ പറയണ. സഹൽ എന്താന്ന് വെച്ചാൽ സഹലിന്റെ ഏട്ടൻ അമീൻ അവിടെ ഉണ്ട്. അമീനും ഇവനൊരുമിച്ച് ചോറുന്നുണ്ട് നാസ്ത കഴിക്കണത് വീഡിയോ കോളയാ. നീ എന്തുകൊണ്ടാണ് ഇത്ര പ്രൊവോക്കായത്?
ഫുഡ് ഇട്ടാതെ വിശപ്പിന്റെ അതാണ്. അപ്പൊ ഗൈസ് നമ്മ കിട്ടില്ല വ്ളോഗ്സ് ആയിട്ട് എന്ത് ചെയ്യണ്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഇത് പെരുന്നാൾ വ്ളോഗ് ആയിട്ടൊക്കെ കാണുന്നത്, ചിലപ്പോൾ പെരുന്നാൾ വ്ളോഗിന് മുമ്പ് ഉള്ള ഇതുണ്ടാവും. ഒരുപാട് പേര് വ്ളോഗിൽ വന്നിട്ടുണ്ട്. സഹൽക്കാക്കാണെങ്കിലും ലല്ലോ ആണെങ്കിലും അല്ലൊന്നും എൻ്റെ ഞാൻ വിചാരിച്ചില്ല നമ്മുടെ വ്ളോഗിലൊന്നും ജീവിതത്തിൽ വരുന്നത്. സഹൽ കാക്ക, അമീർ കാക്ക, പിന്നെ വന്ന ഫർസ, മർവ, വേറെ എടുക്കണില്ല, അലിയാറ്, പിന്നെ കുറേ പിള്ളേര് അവരൊക്കെ വന്നിട്ടുണ്ട്. സോ ഹാപ്പി, സോ ഹാപ്പി. അപ്പോൾ അടുത്ത വ്ളോഗാണ്, ഇത് ഇത്തിരി ലോങ് വ്ളോഗാണെന്ന് മനസ്സിലായി. ആരൊക്കെ ഇവിടെ പോലെ കാണുന്നറിയില്ല. കാണുന്നവര് സഹൽ വില്ലൻ സൂപ്പർ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക, എത്ര പേര് കാണുന്നെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വന്നാലും സബ്സ്ക്രൈബ്. അപ്പോൾ ടീം മോഡി 1.1 ആയി. ഇനി 2K ടാർഗറ്റ് കെ ആയി. പിന്നെ നമ്മൊരു വാച്ച് അവർ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വ്ളോഗ് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. അടുത്ത വ്ളോഗായിട്ട് വന്നാലും ഇനി കാണാൻ പോണത് നിങ്ങൾ ത്രസിപ്പിക്കുന്ന പെരുന്നാൾ കോമാളിത്തരങ്ങളാണ്. പലരും പല രീതിയിലൊക്കെ ഇനി കാണുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് തന്നെ ബൈ.